ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം മണ്ണാർക്കാടിൽ നമ്മൾ കാഞ്ഞിരപ്പുഴയ്ക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ 10 മണിക്ക് ശേഷം ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂ പോയിൻറ്റ്. നമ്മളെ കാഞ്ഞിരപ്പുഴത്തിന് നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ആക്ച്വലി അടിപൊളിയായിരുന്നു. ഇവർ ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറി വന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂ സെറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലായതുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അപ്പം തന്നെ വേഗം റിട്ടേൺ അടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം. അവിടെ വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. പിന്നെ നമ്മളത് പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് ശിരുവാണി ഡാമിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയത് ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ശിരുവാണി ഡാം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ശരി, അപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് കരുതി നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ചോദിച്ചപ്പോൾ 2000 റുപ്പിയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളപ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാലക്കാട് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 റുപ്പീസാണ് ഒരാൾക്ക്. അപ്പോൾ നമുക്ക് പോയാലോ? ഇതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഒരു വട്ടം പേടിച്ചാൽ ഓക്കെ. ഇത് എത്ര വട്ടം നീ ഇതേ സാധനം കൊണ്ട് പേടിക്കുന്നു? ഇത് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ വാങ്ങിത്തരാം. നോക്കട്ടെ നോക്കട്ടെ, അതാ സൂപ്പർ. പോപ്കോൺ കണ്ട ഒരു നോട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇറാനി ചായയും ബൺ മസ്കയും കിട്ടുന്നൊരു സ്പോട്ടാണ്. ഞാനിത് വേറെ ട്രൈ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്താണ്. ടേസ്റ്റി ക്രീം ബണ്ണ. ശരിക്കും എനിക്ക് ഇറാനി ചായ കുടിച്ചപ്പോൾ ഏലക്ക ചായ കുടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴാണ് എൻ്റെ സ്റ്റുഡൻറ്റ് ഞാൻ അവിടെ വെച്ച് കണ്ടു. അവൻ്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ ഗോസ്റ്റ് ഹൗസിൽ കയറിയത്. പക്ഷേ ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തില്ല, പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ. ജസ്റ്റ് 80 റുപ്പീസ് ആയിരുന്നു അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജെയിൻ ടി വിയിൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.